എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോണതൊരു ഉണ്ടായൊരു സംഭവമാണ്. ഈ നമ്മൾ ഒരുപാട് പൈസ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ചിലവാക്കാറുണ്ട്. കല്യാണങ്ങൾ, പിന്നെ ബർത്ത്ഡേ ഫങ്ഷൻസ്, അതുപോലെ എൻഗേജ്മെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നു, ഒരുപാട് ആളുകൾ ക്ഷണിക്കുന്നു, ഗംഭീരമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നു. ചില ആൾക്കാർ ചിലപ്പോൾ വേറെ മദ്യം വിളമ്പുന്നു എന്ന് വേണ്ട, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു. എത്രയൊക്കെ ആളുകളെ വിളിക്കാൻ പറ്റുമോ മാക്സിമം ആൾക്കാരെ വിളിക്കുന്നു. കുറച്ച് ആൾക്കാരെ വിളിക്കുന്നവരുണ്ട്, കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും ഇതുപോലുള്ള ഫങ്ഷൻസ്. ഇത് ഒരു വിധത്തിൽ പോയി കഴിഞ്ഞാൽ ഫങ്ഷൻസ് നടത്തുന്നത് സാമ്പത്തികമായ ഒരു ക്രയവിക്രയം നടക്കുന്നൊരു ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ പൈസ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ആംഗിളിൽ കൂടി നോക്കുമ്പോൾ നല്ലതാണ്. എൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ആളുകൾ പൈസ ആളുടെ കയ്യിലിരിക്കും, പുറത്തേക്ക് ഇറങ്ങില്ല, ആളുകൾ പൈസ ചിലവാക്കുന്നു, അത് എല്ലാവരിലേക്ക് എത്തുന്നു, അതൊക്കെ. പക്ഷേ ഇത് വേറൊരു സംഗതി ഉണ്ട്. അത് സ്പിരിച്വൽ പാതയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുന്ന ആളുകൾ നോക്കി കാണുന്നൊരു പാതയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ, ഒരു ഒന്നാം വയസ്സ് ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ അയാൾ അത്യാവശ്യം നല്ലൊരു പൈസ ഉള്ള ഒരാളാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം നാട്ടിലുള്ള ആളുകളെ മൊത്തം ക്ഷണിച്ചു, ആ ഏരിയയിലുള്ള ആളുകളെ മൊത്തം ക്ഷണിക്കുന്നു, ബന്ധുക്കളെ വിളിക്കുന്നു, ഫ്രണ്ട്സിനെ വിളിക്കുന്നു. മാത്രമല്ല ഗംഭീരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഭക്ഷണങ്ങളില്ല. എന്തെല്ലാം സാധനങ്ങൾ കിട്ടുമോ അതെല്ലാം, നോൺ വെജ് ഐറ്റംസും പച്ചക്കറി ആണെങ്കിൽ അത്, അങ്ങനെ കിട്ടാവുന്ന സകല ഭക്ഷണങ്ങളും ആവശ്യം പോലെ ബുഫേ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആളുകൾ, ക്ഷണിച്ച ആളുകളൊക്കെ വരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കൊച്ചിനെ എല്ലാവരും എടുക്കുന്നു, കൊച്ചിന് സമ്മാനം കൊടുക്കുന്നു. അപ്പോൾ 1-2 ആൾക്കാരല്ല കേട്ടോ ഈ വരുന്നത്, ഒരു 10,000-2,000 ആൾക്കാരാണ് ഈ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ കൊച്ചിനെ ഇത്രയും ആളുകൾ, വരുന്ന ആളുകൾ മുഴുവൻ കൊച്ചിനെ ടച്ച് ചെയ്ത് അവരെ എടുക്കുന്നു, കൊഞ്ചിക്കുന്നു, അങ്ങനെ കളിപ്പിക്കുന്നു, അവിടെ കെടുത്തുനിന്ന് പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 10-11 മണിയായപ്പോഴേക്കും ഈ കൊച്ചി കരച്ചിൽ തുടങ്ങി. ഈ കൊച്ച് കരച്ചിൽ തുടങ്ങിയിട്ട് കരച്ചിൽ നിൽക്കുന്നില്ല, ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കുന്നു. എന്തിനു പറയാണ്, 1 മാസം ആ കുട്ടി ഹോസ്പിറ്റലിൽ കിടന്നു. 1 മാസത്തോളം ചികിത്സ ചെയ്ത് ഒരുപാട് പണം ചിലവാക്കിയിട്ട് വളരെ അവർ വിഷമിച്ചിട്ടാണ് അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഇത് 2 അഭിപ്രായം ഉണ്ടാവും. ആഘോഷങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ ഭാഗങ്ങളല്ലേ, ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഒരു കുട്ടിയുടെ ലൈഫ് വെച്ചിട്ട് നമ്മളങ്ങനെ ഒരു കളി കളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ അല്ലാത്ത വേറെ മറ്റുള്ള ഫങ്ഷൻസ് നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുക, കല്യാണം, മാരേജ് ഫങ്ഷൻസ്, അതൊന്നും അത്രയും പ്രശ്നമില്ല. പക്ഷേ ഒരു കുഞ്ഞ്, ഒരു വയസ്സുള്ളൊരു കുട്ടി, അതിൻ്റെ ഒരു ലൈഫാണ് അവിടെ തകരാറിലായി പോയത്. എന്തോ അവരുടെ ഭാഗ്യം കൊണ്ട്, ദൈവാധീനം കൊണ്ട് അത് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ആളുകൾ, അതായത് വരുന്നവരിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർ, ജലസുള്ള ആൾക്കാർ. അപ്പോൾ ഇത്രയും വലിയ ഫംഗ്ഷന് വന്ന് ഡെക്കറേഷനും ഫുഡും കാണുമ്പോൾ അതിൽ ജലസുള്ള ആൾക്കാർ പുറത്ത് കാണിക്കില്ല. അവൻ ചിരിച്ചുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് സമ്മാനം കൊടുത്തിട്ട് പോകും. പക്ഷേ അവൻ്റെ ഉള്ളിലത്തെ എന്താണ് അവൻ്റെ എനർജി, അവൻ്റെ ചിന്താഗതി എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ഈ ബാഡ് എനർജിയും വന്ന് പതിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ മേലിലേക്കാണ്. കാരണം എല്ലാവരും വന്ന് കുഞ്ഞിനെ ടച്ച് ചെയ്യുന്നു. 1 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ വൈബ്രേഷൻ എന്താണ്, ആ കുട്ടിയുടെ ഒരു രീതി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയേണ്ടത് അറിയില്ല. അപ്പോൾ എത്രയും പേര് ടച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ നെഗറ്റിവിറ്റി ആ കുട്ടിയിലേക്ക് കയറി വന്നിട്ടാണ് ആ കുട്ടി രോഗിയായത്. അതൊരു കുഴപ്പമില്ലാതെ തന്നെ കൊച്ചായിരുന്നു. അപ്പോൾ അത് ഈ കുട്ടിയെ കാര്യമായ രീതിയിൽ ബാധിച്ചു. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുത്ത് ചികിത്സ നടത്തി കഴിഞ്ഞാലൊന്നും ഈ എനർജിയുടെ പ്രശ്നം മാറുമോ? ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ എനർജി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഓറയിൽ വന്ന് ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ഒരു വലയം പോലെ ആ കുട്ടിയുടെ വലയത്തിൽ വന്ന് ഓറയിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ ഇത് മാറുമോ? ഇല്ല. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ആ എനർജി ക്ലിയറിങ് വർക്കാണ്. പക്ഷേ അതൊന്നും ആ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നേയില്ല.
ആരും ചെയ്യൂല അല്ലേ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനല്ലാണ്ട് വേറെ നിർത്തിയിട്ടില്ല. അന്നേരം ഒരു ഹീലിങ്ങിന് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഇപ്പോൾ നമ്മളായാലും മടിഞ്ഞ് നിൽക്കും, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആദ്യം. പിന്നീടാണ് ചിന്തിക്കുക അത് അവിടെ ശരിയാവേണ്ടാകുമ്പോൾ അതർ ഓപ്ഷൻസ് നമ്മൾ നോക്കുക. അത് തന്നെയാണ് ചിലപ്പോൾ ശരിയെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് വരാതിരിക്കാൻ നോക്കിക്കൂടെ? ഇപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ഞാനിത് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. കാരണം ആ കുഞ്ഞൊരു 3 വയസ്സാവുന്നവർ ആ കുഞ്ഞിനെ അധികം ഈ പറഞ്ഞ പോലെ കൂടുതൽ പബ്ലിക്കിലേക്ക് കൊണ്ടുപോവുകയോ അധികം ആൾക്കാരിലേക്ക് കൈമാറുകയോ ചെയ്യരുത്. കാരണം അതാണ് കുറച്ചുകൂടി സേഫ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ വലുതായി, 24-25 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് നമ്മളുള്ളത്. ഒരാൾക്ക് 24 വയസ്സായി, ഒരാൾക്ക് 21 വയസ്സ് കഴിഞ്ഞു മോൾക്ക്. അപ്പോൾ കുഞ്ഞായിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ആളുകൾ വീട്ടിൽ വരുമ്പോൾ ചില ആൾക്കാർ വന്ന് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങും. പിന്നെ നിർത്തൂല, ഭക്ഷണം കഴിക്കില്ല, ദേഷ്യം വരും, കുഞ്ഞിന് ദേഷ്യം വരും, വാശി പിടിച്ച് കരയുക, അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ എനിക്കറിയാം ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഇതേപോലെ നമ്മൾ കല്ലുപ്പ്, ചുവന്ന മുളക്, മഞ്ഞപ്പൊടി, കടുക് ഇതെല്ലാം കൂടി എടുത്തിട്ട് പേപ്പറിൽ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് കുഞ്ഞിനെ നല്ലോണം ഇങ്ങനെ ഒഴിയും, തിരിച്ചും മറിച്ചും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വെളിയിൽ കൊണ്ടുപോയി കത്തിക്കും. ഒഴിഞ്ഞ് കത്തിച്ച് കളയുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ കരച്ചിൽ നിൽക്കും. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊന്നും എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല. ആ സമയത്തൊന്നും ഞാൻ ഈ ഫീൽഡിലേക്ക് ഇത്രയൊന്നും ആക്റ്റീവായി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആ സമയത്ത് ആലോചിക്കുമായിരുന്നു. അപ്പോൾ അന്ന് എനിക്കറിയാം, അനുഭവമുണ്ട്. ഈ ആളുകളുടെ ദൃഷ്ടി പതിയുക, അല്ലെങ്കിൽ ചിലരുടെ നെഗറ്റീവ് എനർജി അവരുടെ ശരീരത്തിലേക്ക് എൻ്റർ ആകുക. കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പോൾ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനും അങ്ങനെയാണ്, കുഞ്ഞുങ്ങളുടെ പോലെയാണ്. നമ്മൾ വളരെ സെൻസിറ്റീവാണ്. എനർജിയുടെ പ്രശ്നം പെട്ടെന്ന് നമുക്ക് കയറി പിടിക്കും. പക്ഷേ ദൈവയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു മാത്രം. ആളുകൾ ഫോൺ ചെയ്യുമ്പോൾ പ്രശ്നമാണ് എനിക്ക്. നെഗറ്റീവ് എനർജിയുള്ള ഭയങ്കര ബാധയുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വയറിൽ ഇങ്ങനെ സാധനം വന്ന് കറങ്ങി ഇങ്ങനെ ഭയങ്കരമായൊരു പിടുത്തം ഇങ്ങനെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്, എന്നെ വിളിക്കരുതെന്ന് പറയുന്നത്. സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളല്ല, ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ. പക്ഷേ എനർജി കറക്റ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വിളിക്കുന്ന ആൾക്കാരുടെ എനർജി, മിക്കവാറും ആളുകളുടെ എനർജി മോശമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നതാണ്. അത് 3 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അവസ്ഥയും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനൊക്കെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ്സാക്കണമെന്ന് ഞാനിങ്ങനെ 2 ദിവസമായി വിചാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ പരമാവധി ചുരുക്കി നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ചുരുക്കം ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യാതിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.